ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി 2 സ്നാക്കിൻ്റെയാണ്. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് റോളും അതുപോലെ തന്നെ എരിവ് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പോളയുടേതാണ്. രണ്ടും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി സ്വീറ്റ് റോളാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഈ ഒരു നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ പഴുപ്പ് കൂടുതലാവാത്ത പഴമാണെങ്കിൽ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു നെയ്യിൽ കടന്നിട്ട് പഴം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കൂടുതൽ അളവിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു സമയത്ത് കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടലയുണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് കടിക്കാനുണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി പഴം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടണം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴക്കാണെങ്കിൽ ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് മിക്സായിട്ട് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ കൂടുതൽ പഴുക്കാത്ത പഴമാണെങ്കിൽ ഇതുപോലെ നെയ്യിലിട്ടിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താലും മതിയാവും. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. പഴുക്കാത്ത പഴമാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉന്നക്കായയുടെ ഷേപ്പിലോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ബാറ്റർ ലൂസാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് ലൂസാക്കി എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് നല്ല ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ബ്രെഡ് എടുത്തിട്ട് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഷേപ്പാക്കി എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ മൈദയുടെ ബാറ്ററിൽ ആദ്യം ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കോട്ട് ചെയ്തെടുക്കാം. മുഴുവൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഭാഗവും കളറൊക്കെ മാറി പിന്നെ മൊരിഞ്ഞ് കിട്ടിയാൽ തിരിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗവും മൊരിച്ചെടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മരത്തിൻ്റെ ചട്ടക്കൊക്കെ വെച്ചിട്ട് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തത് കാരണം നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. കൂടുതൽ ഓയിൽ പിടിക്കുകയില്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതുപോലെ പഴം വാട്ടിയിട്ട് ചെയ്തെടുക്കണമെന്നില്ല, പുഴുങ്ങിയിട്ട് ചെയ്തെടുത്താലും മതിയാവും. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരന്നിട്ടുള്ള പാൻ എടുക്കുകയാണ് ഒന്നും കൂടെ നല്ലത്. കുഴിയുള്ള പാനിനേക്കാളും ഇതുപോലെ പരന്നിട്ടുള്ള പാനാകുമ്പോൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്ത റെസിപ്പി സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഒരു അടിപൊളി സ്നാക്കാണ്. നല്ലൊരു പോളയാണ്, മക്രോണി പോള. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനും വലിയ മെനക്കേടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഞാൻ ഏകദേശം 1 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മക്രോണിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മക്രോണി ഇവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മക്രോണി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മക്രോണി വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോവരുത്, ഒന്ന് മുറിഞ്ഞ് വരുന്ന ആ ഒരു പരുവം മതിയാവും. ഇനി ഇത് വെള്ളം വാർത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണക്കം മാറി കിട്ടണം, അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കന് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള മക്രോണിയും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സമയത്ത് മിക്സാക്കി എടുക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ബാലൻസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുത്ത സമയത്ത് അതിൽ മുട്ടയുടെ കുറവുണ്ടായപ്പോൾ ഒരു മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. മുട്ട കൂടി പോവുകയും വേണ്ട, ഈ ഒരു പരുവത്തിലാണ് പിന്നെ കൂട്ടുണ്ടാവേണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി അല്ലെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് താഴ്ഭാഗത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ടൊഴിച്ചിട്ട് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും കൂടെ മുകളിൽ വിതറി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അടിഭാഗം കരിയാതെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും അലൂമിനിയത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ അടി പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു നെയ്യ് ഗ്രീസ് ചെയ്തിട്ടുള്ള നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഗ്രീസ് ചെയ്തിട്ടുള്ള വേറൊരു പാനിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മുകൾ ഭാഗവും നല്ല ബ്രൗൺ കളറായി കിട്ടും, കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ 2 സ്നാക്കും തയ്യാറാക്കി നോക്കുക. അപ്പോൾ രണ്ടും ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.